ആ ഒരു പശ്ചാത്തലത്തിൽ സാറിന്റെ ഉത്തരം ഞാൻ പറയാം. ഒരു ഡോക്ടർ ഒരു നല്ല ഡോക്ടർ ആകണമെങ്കിൽ ആദ്യം ഈ ഡോക്ടർ രോഗിയായിട്ട് മാറണം. ഒരു രോഗിയായിട്ട് നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ ഒരു ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമ്പോൾ മാത്രമേ മറുവശം ഈ ഡോക്ടർ കാണുകയുള്ളൂ. ഇതെന്റെ അഭിപ്രായമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, ഒരു രോഗി ഒരിക്കലും നേരം പോക്കിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയില്ല. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ പലപ്പോഴും അവർക്ക് കാണാൻ കഴിയുക തിരക്കും അങ്ങനെയുള്ള ബഹളവും മറ്റുമൊക്കെ ആയിരിക്കും. പക്ഷെ രോഗി പ്രതീക്ഷിക്കുന്നത് അല്പം സാന്ത്വനമാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സമീപനമാണ്. തങ്ങൾ പറയുന്നത് കേൾക്കാൻ ഡോക്ടർക്ക് ആകാൻ ഡോക്ടർക്ക് സമയമുണ്ടാകണം, താല്പര്യമുണ്ടാകണം, കേട്ടതിന് ശേഷം ഒരു പ്രതികരണവും ഉണ്ടാകണം. ആ പ്രതികരണം നമുക്ക് മനസ്സിലാകണം. ആത്യന്തികമായിട്ട് ഒരു രോഗി ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഇത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഇത് നടക്കാറില്ല. അപ്പൊ അവിടെയാണ് ഈ ടെക്നോളജി എങ്ങനെ ഇതിനെ ബാധിക്കുന്നു എന്നുള്ളത്, സ്വാധീനിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ പല ആശുപത്രികൾ, ഇപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി പറയുകയാണ്, ഒരു രോഗി ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഒരു ലാപ്ടോപ്പ് സ്ക്രീനിൽ. കാരണം രോഗിയുടെ വിവരങ്ങൾ തത്സമയം ഡോക്ടർക്ക് ടൈപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നേരമ്പോക്കിന് ടൈപ്പ് ചെയ്യുന്നതല്ല. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ ആശയവിനിമയം മുഖത്തോട് മുഖം നോക്കാൻ ഡോക്ടർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ രോഗിക്ക് സ്വാഭാവികമായിട്ടും അതിലൊരു താല്പര്യക്കുറവുണ്ട്, അസംതൃപ്തിയുണ്ട്. ഇതിനൊക്കെ ടെക്നോളജി ഒരു ഉത്തരം കണ്ടെത്തേണ്ടതിരിക്കുന്നു. ഡോക്ടർക്ക് ഒരു പക്ഷേ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന ഇന്റർവ്യൂ ചോദിക്കുന്ന കാര്യങ്ങൾ അതേ സമയത്ത് ടൈപ്പ് ചെയ്യാം. നമ്മുടെ ഡോക്ടർ അതുൽ ഇവിടെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ടെക്നോളജിയുടെ വലിയ ഒരു സോഴ്സാണ്. അപ്പോൾ ടെക്നോളജി കൊണ്ട് തന്നെ നമുക്ക് അതിനെ നേരിടാൻ സാധിക്കും എന്നുള്ളതും അതിന് സമാധാനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഉണ്ട് എന്നുള്ളതും. ഇനി ടെക്നോളജിയിലേക്ക് വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന വിവരത്തെക്കാളും ഇപ്പോൾ ടെക്നോളജി കാരണം നമുക്ക് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും വരുന്ന രോഗികൾക്കും കൂടുതൽ ഇൻഫോംഡ് ആകാൻ സാധിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കാനും അത് കൃത്യതയോടെ അത് നടപ്പാക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരം എന്താണ്? ടെക്നോളജി പലപ്പോഴും താല്പര്യപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഡോക്ടർ ഡാറ്റ്സൺ, നമ്മൾ ഈ ഏറ്റവും അധികം താങ്കളുടെ മേഖല യൂറോളജി, ഈ മേഖലയിലായിരിക്കാം ഒരുപക്ഷെ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തുക, ഇതൊക്കെ റോബോട്ടിക് സർജറിയും കൊണ്ട് നമുക്കിത് ചെയ്യാം. പല ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. പ്രോസ്റ്റേറ്റിന്റെ സർജറിക്കും എല്ലാത്തിനും ടെക്നോളജി ഇതിന്റെ കൂടെ നമുക്ക് വേണം, ഡെഫിനറ്റ്ലി. അപ്പൊ പിന്നെ ഈ ബ്ലഡ് ലോസ് കുറവാണ്, വളരെ പെട്ടെന്ന് പോകാം, കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിലുപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഒരു സർജൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് വന്ന് ഒരു ഡോക്ടറുടെ കിഡ്നിയിൽ ഒരു ക്യാൻസർ ആയിട്ട്, വൃക്കയിലൊരു ക്യാൻസർ അല്ലെങ്കിൽ വേദനയായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ വരിക. വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇത് ചെയ്യാൻ നാളെ അഡ്മിറ്റ് ആയിക്കോ ചെയ്യാന്നല്ല, അവർക്കൊരു 10 തൊട്ട് 15 മിനിറ്റ് നമ്മൾ സമയം അവിടെ കൊടുക്കണം. ആ സമയം അവിടെ കൊടുത്താൽ ഒരു 60% രോഗം അവിടെ മാറിക്കിട്ടും. എന്തുണ്ടെങ്കിലും ക്യാൻസർ ആയിക്കോട്ടെ, അവരും വരും, അവരുടെ ഭാര്യയും മക്കളും എല്ലാവരും ആയിട്ട് അവിടെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക. യൂറിനിലെ ബ്ലഡ് ആയിരിക്കാം, പല കാരണം. പക്ഷെ ആ ഒരു 60% അസുഖം അവിടെ സംസാരിച്ച് മാറ്റുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ചില അവർ ഓടിപ്പാഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയിട്ടായിരിക്കും മതി, ഇന്ന് തന്നെ ഡോക്ടറെ ചെയ്യൂ, സർജറി ചെയ്യുക, എന്ത് തോന്നുന്നു വെച്ചാൽ ആ സർജറി ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവർ വരുന്ന ആദ്യോടെയാണ്. സംസാരിച്ച് ക്ലിയർ ആക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരെ കാമാക്കുക. അപ്പൊ ആ ഹ്യൂമൻ കമ്പാഷൻ, എംപത്തി, പിന്നെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ടെക്നോളജി മാത്രമായിട്ട് നടക്കില്ല. അപ്പൊ സർജറി എന്ന് ചെയ്യുന്നത് സർജറി ഒരു സർജനിലൂടെ പേഷ്യൻസിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി അതോട് ചേർന്ന് ഇതിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഏറ്റവും പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് പേഷ്യൻസിന് അസുഖം മാറ്റി തിരിച്ച് വീട്ടിൽ വിടുക. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡോക്ടർ പഠിക്കുന്ന പുതിയ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന ആൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? താങ്ക് യു സർ.
ഇപ്പം നമ്മുടെ മുമ്പേ സംസാരിച്ച ഡോക്ടർമാർ പറഞ്ഞ പോലെ നമുക്കിത് രണ്ട് ആസ്പെക്റ്റ് ആയിട്ട് കാണണം. ഒന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ, എനിക്ക് കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസിനെ കാണാം. അപ്പം അവർ പഠിക്കുന്ന രീതി, അവർ പഠിക്കുന്ന ആറ്റിറ്റ്യൂഡ്. സെക്കൻഡ്, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഡോക്ടർ ഡാഡ്സൺ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് മേഖലകളിൽ പുതിയ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസസ്, AI ഉൾപ്പെടെ എങ്ങനെയാണ് പീഡിയാട്രിക്സ് പോലത്തെ ഒരു സ്പെഷ്യാലിറ്റിയിൽ എഫക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കേരള കൗമുദിയിൽ നിന്ന് നമുക്ക് ഈ ബ്രോഷർ അയച്ചു തന്നേക്കാം. അതിനകത്ത് എഴുതിയിരുന്നത് ഹ്യൂമൻ ടച്ച് വേഴ്സസ് ടെക്നോളജി. എൻ്റെ മനസ്സിൽ വന്നത് ഹ്യൂമൻ ടച്ച് വിത്ത് ടെക്നോളജി എന്നായിരിക്കും. അതാണ് അതിൻ്റെ കറക്റ്റ്. ടെക്നോളജി വേണം, ടെക്നോളജി ഏതായാലും മുന്നോട്ടും പോകും. പക്ഷെ അതിൻ്റെ പുറകിൽ കൺട്രോൾ ചെയ്യാൻ വേഴ്സസ് അല്ല, വിത്ത് ആയിരിക്കണം. ദർ ഷുഡ് ബി എ ഹ്യൂമൻ അറ്റ് ദ കൺട്രോൾ. ആ ഹ്യൂമൻ ആയിരിക്കണം ആ ടെക്നോളജിനെ യൂസ് ചെയ്യേണ്ടത്. ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി ദ ടാഗ് ലൈൻ. ആൻഡ് നൗ അഡ്വാൻസസ് ഇൻ എഡ്യൂക്കേഷൻ പറയുവാണെങ്കിൽ, ഓൾറെഡി ഞങ്ങളൊക്കെ പഠിച്ചത് സാർ പറയുവാനുണ്ടായി, നമ്മൾ ആ സമയത്ത് പഠിച്ച MBBS അല്ല ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കുന്നത്. ഇപ്പോഴത്തെ കൂടുതലും ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റഡിയാണ്. കോൺസെപ്റ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ പണ്ട് ആദ്യമായിട്ട് MBBS പഠിക്കാൻ പോകുമ്പോൾ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ആദ്യത്തെ ആണ്ട് ഒരു ഗ്രൂപ്പ് അപ്പർ ലിംബ് ചെയ്യും, ഒരു ഗ്രൂപ്പ് ലോവർ ലിംബ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് പകുതി വർഷം കഴിയുമ്പോഴാണ് ആ ഒരു ജിക്സോ പസിൽ ഫുള്ളായി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഇവിടുത്തെ വെയിറ്റ്സും കാര്യങ്ങളും എല്ലാം അറിയാം, ഇവിടുത്തേത് അറിയാം, പിന്നെ ഫൈനൽ ഇയർ ഫസ്റ്റ് ഇയറിന്റെ ഫൈനൽ ആകാറാവുമ്പോഴാണ് ഇതെല്ലാം കൂടെ ഫോൾ ഇൻ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ദേ ഗോ ടു ദ ക്ലിനിക്സ് ഏർലി, നേരത്തെ ക്ലിനിക്സിൽ പോകാറുണ്ട്. അപ്പൊ അവർക്ക് ആ ഓറിയന്റേഷൻ നേരത്തെ കിട്ടും. അത് എന്നാന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്തൊക്കെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കോളേജ് മാത്രമേ ഉള്ളായിരുന്നു. സെക്കൻഡ് ഇയർ മുതലാണ് നമുക്ക് സ്റ്റെത്തസ്കോപ്പ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ അടുത്ത് പോയി തുടങ്ങുന്നത്. അപ്പൊ ഇപ്പൊ പിള്ളേർ നേരത്തെ പോയി തുടങ്ങും. അതൊരു കോൺസെപ്റ്റ് ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. പിന്നെ ടെക്നോളജി, ഞങ്ങളുടെയൊക്കെ സമയത്ത് കാറ്റഗറിക് ഡിസിഷൻസ് ആയിരുന്നു. ഇപ്പൊ കൂടുതലും നമുക്ക് ചെയ്യുന്നത് AI ബേസ്ഡും, അതിനകത്ത് ഈവൻ ഫോർ സ്റ്റുഡൻസ് ഹു ഹാവ് പാസ്ഡ് സിമുലേഷൻ ലാബ്സ്. അത് ഇപ്പൊ നാഷണൽ ബോർഡ് അധികം താമസിക്കാതെ കരിക്കുലത്തിലും കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ പൈലറ്റ്സ് ഒക്കെ ഇത്ര ഫ്ലൈയിങ് അവേഴ്സ് കഴിയുമ്പോൾ അവർക്ക് ബോയിങ്ങിൻ്റെയോ അല്ലെങ്കിൽ എയർബസിൻ്റെയോ സിമുലേറ്റേഴ്സ് ഉണ്ട്. അവിടെ പോയി ഇത്ര മണിക്കൂർ അവർക്ക് ട്രെയിനിങ് എടുത്താലേ അടുത്ത കുറച്ച് കാലത്തേക്കുള്ള അവരുടെ ലൈസൻസ് റിന്യൂ ആവും. അതുപോലെ തന്നെ ഇൻ ഓൾ ആസ്പെക്ട്സ് സിമുലേഷൻ ലാബ്സ് ഉണ്ട്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് സിമുലേഷൻ ലാബ്സ് ഇന്ത്യയിൽ നിങ്ങളുടെ അപ്പോളോയിൽ ചെന്നൈ ക്യാമ്പസിലുണ്ട്, വിച്ച് ഈസ് ഓൾറെഡി ഓപ്പറേഷണൽ. ഡൽഹിയിൽ ഒരെണ്ണം വരുന്നുണ്ട്, ചിത്തൂരിൽ ഓൾറെഡി നിങ്ങളുടെ മെഡിക്കൽ കോളേജിനകത്ത് ഒരെണ്ണമുണ്ട്. അപ്പം വിത്ത് അറൌണ്ട് 10 to 15 ഇത് ആയി കഴിയുമ്പോൾ നാഷണൽ ബോർഡ് ഇത് മാൻഡേറ്ററി ആകും. അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, അപ്പം യു ക്യാൻ ഡു ഇറ്റ് ഓൺ ദ മെഷീൻ റാദർ ദാൻ ഓൺ എ പേഷ്യൻറ്റ്. അപ്പം നമുക്കത് ചെയ്ത് ആ ഫീല് കിട്ടും, നമുക്ക് ചെയ്ത് പഠിക്കാം. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഈ ഇത് കളിക്കുമല്ലോ, സോണിയുടെ പ്ലേ സ്റ്റേഷൻ പോലെ, അതിന് ലെവൽ ഓഫ് ഹാർഡ്നെസ് നമുക്ക് കൂട്ടിപ്പോകാം. ബേസിക് വെച്ച് തുടങ്ങാം. പക്ഷെ ഒരു പേഷ്യന്റ് മേത്ത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബൈ ദ ടൈം യു ആർ കംപ്ലീറ്റിംഗ് യുവർ സിമുലേഷൻ, നമ്മൾ ഓൾറെഡി നല്ല ഫിറ്റായി, യു നോ യുവർ വർക്ക്. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി ലാർജ് അഡ്വാൻസ്മെന്റ് വിച്ച് ഇസ് കമ്മിങ്. പക്ഷെ ഡോക്ടർ ഡാഡ്സൺ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം AI കൊണ്ട് ഡയബറ്റീസ് വരുന്നതിന് മുമ്പ് ഡയബറ്റീസിന്റെ പേഷ്യന്റിനെ റെറ്റിനോപ്പത്തി ബിഫോർ ദ ഓൺസെറ്റ് തന്നെ ഡയഗ്നോസ് ചെയ്യാം. ഗൂഗിളിന്റെ ഇപ്പം സോഫ്റ്റ്വെയർസ് ഉണ്ടാകണം. ബട്ട് യു കാൻ സീ ദ പെയിൻ ഇൻ ദ ഐ. നമുക്ക് ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് ഒരു സ്ഥലത്തിരുന്ന് വേറെ സ്ഥലത്ത് വരെ റെക്കോർഡ് ചെയ്യും. പക്ഷെ ആ ഡോക്ടറെ കാണുമ്പോഴോ അല്ല അപ്രോച്ച് ചെയ്ത് ആ സമയത്ത് ആ ഒരു ബീറ്റ് സ്കിപ്പ് ചെയ്ത പേടി അതിനകത്ത് വരുന്നു. But that is the empathy. ആ ടച്ച് വേണം. ആ ടച്ച് ഇല്ലാതെ വേഴ്സസ് ആക്കിയാലാണ് പ്രയാസമാകുന്നത്. ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ തിരിച്ചു നീ ഉണ്ടല്ലോ.
അപ്പൊ ഡോക്ടർ സതീഷ്, അദ്ദേഹത്തിന്റെ പേര് നമ്മൾ കേട്ടു തുടങ്ങുന്നത് കോവിഡിന്റെ സമയത്തായിരുന്നു. എല്ലാവരും വൈകുന്നേരം CM-ന്റെ ചീഫ് മിനിസ്റ്ററുടെ ഇത് കേൾക്കുമ്പോൾ അന്ന് കോവിഡിന്റെ മുന്നണി പോരാളിയായിട്ട് അന്ന് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്നുള്ള ആദ്യ സമയത്ത് റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് ഏറ്റവും അധികം കോവിഡിന്റെ സമയത്ത് മുന്നണി പോരാളിയായിട്ട് നിന്നപ്പോഴാണ് ഈ ഡോക്ടർ സതീഷിന്റെ പേര് മാധ്യമ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ഇടുക്കി DMO ആണ്. അവിടെയും ധാരാളം കാര്യങ്ങളുടെ വ്യാപൃതനായിട്ടിരിക്കുന്ന ആളാണ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ ഡോക്ടർ സതീഷ്, നമ്മൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിൽ പലരും ഗവൺമെന്റൽ സോഴ്സസിൽ നിന്നുള്ളവരല്ല, പ്രൈവറ്റ് ഇതിൽ നിന്നുള്ള ആളുകളാണ് മുമ്പ് കണ്ട പല ഡോക്ടേഴ്സും. അപ്പൊ താങ്കളെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഗവൺമെന്റ് എത്രമാത്രം ഈ ടെക്നോളജിയെ എംബ്രേസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ടെക്നോളജിയെ സ്വീകരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഒരു സ്വാഭാവികമായ കുറെ പരിമിതികളുണ്ട്. അപ്പൊ അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും വളരെ പാവപ്പെട്ട പേഷ്യൻസും ഒക്കെ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് തീർത്തും ശരിയാണ്. ഇപ്പം പാവപ്പെട്ട ഒരു പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണ് ഭൂരിഭാഗം പേരും പോകുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെ അല്ല സർക്കാർ ആശുപത്രികളുടെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിപ്പോ അവിടെ ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ആൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇത്ര സമയത്ത് ഞാൻ വരുള്ളൂ എന്ന് നമുക്ക് ഫോണിൽ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് OP ടിക്കറ്റ് എടുക്കാം. ഡോക്ടറുടെ കൺസൾട്ടേഷൻ സമയത്ത് മാത്രം പോയാൽ മതി. ആ സമയത്ത് ഡോക്ടറെ കാണാം. ഇനി അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും അഡ്വാൻസ്ഡ് ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സാ മേഖലയിൽ നമ്മൾ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനോട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഹാർട്ട് സർജറീസ് ആയാലും റീനൽ സർജറീസ് ആയാലും ഒക്കെ ഇപ്പോൾ അവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ മറ്റ് ജില്ലകളിലെ മേജർ ഹോസ്പിറ്റൽസും ഇതേപോലെ അഡ്വാൻസ്ഡ് ആയി മാറുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കുന്ന അതേ തരത്തിലുള്ള മെച്ചപ്പെട്ട ചികിത്സ നമുക്ക് സർക്കാർ ആശുപത്രികളിൽ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ അല്ലാതെ തന്നെ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ നേരത്തെ തന്നെ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സർക്കാർ മേഖലയിൽ ആരോഗ്യ മേഖലയിലെ ബാക്കി മേജർ ഹോസ്പിറ്റൽസിലും ഇതേപോലെയുള്ള അഡ്വാൻസ്മെന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ചികിത്സയിൽ മാത്രമല്ല, ബാക്കിയുള്ള റെക്കോർഡ് കീപ്പിംഗ് ആയാലും ഇപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ഡാറ്റ എല്ലായിടത്തും ഈ ഹെൽത്ത് പോർട്ടൽ ഉള്ളത് കാരണം നമ്മൾ ഒരു ആശുപത്രിയിൽ കാണിച്ച ഡാറ്റ നമുക്ക് വേറൊരു ആശുപത്രിയിൽ പോയി കാണിക്കുമ്പോൾ നമ്മുടെ അതേ ഡാറ്റ നമുക്ക് അവിടെ റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർക്ക് മറ്റേ ആശുപത്രിയിൽ, കോട്ടയത്തെ ആശുപത്രിയിൽ കാണിച്ച ഡാറ്റ ആലപ്പുഴയിൽ ഇരിക്കുന്ന ഡോക്ടർക്ക് കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള റെക്കോർഡ് കീപ്പിംഗ് ആയാലും പേഷ്യന്റ് കെയറിന് ഇപ്പോൾ ഉദാഹരണത്തിന് ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ എന്റെ അടുത്ത ആശുപത്രിയിലായിരിക്കും ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് അപ്പുറത്തെ ആശുപത്രിയിൽ പോകേണ്ടി വന്നു. കടലാസ് ഇല്ല, ഒരു പ്രീവിയസ് ഡാറ്റ എന്റെ കയ്യിലില്ല. അപ്പൊ ആ ഡാറ്റ മുഴുവൻ ആ ഡോക്ടർക്ക് അവിടുത്തെ ലാബിൽ ഡോക്ടർക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻസ്മെന്റ്സ് ചെറിയ രീതിയിലാണെങ്കിലും ഏറ്റവും താഴെക്കിടയിലുള്ള ആശുപത്രികളിൽ വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മേജർ ഹോസ്പിറ്റൽസിൽ അതേപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അഡ്വാൻസ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒട്ടും പുറകിലല്ല എന്ന് പറയുന്നു. താങ്ക് യു. ഓക്കെ, അടുത്തത് ഡോക്ടർ ജിക്കു ജോസ്. ജിക്കു ഒരു പയനീറാണ് കേരളത്തില് ബയോടെക്നോളജി മേഖലയിൽ. അപ്പൊ കേരളത്തിന്റെ സ്വന്തം കിരൺ മജുംദാർ ഷാ എന്നൊക്കെ നമുക്ക് വിളിക്കാം. കിരൺ മജുംദാർ ഷാ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോകോണിന്റെ CMD ആണ്. ബയോകോൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ബയോടെക്നോളജി കമ്പനിയാണ്. ഒരു ഓറൽ ഇൻസുലിൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ജിക്കുവിനെ സംബന്ധിച്ച് ജിക്കു മാധ്യമങ്ങളിൽ എപ്പോഴും വരുന്ന ആളാണ്. സയൻസ് എന്നാണ് ജിക്കുവിന്റെ പ്രസ്ഥാനത്തിന്റെ പേര്. ജിക്കു ഇപ്പോൾ ജെനോം മാപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു തൊഴിൽ നഷ്ടം ഉണ്ടാവില്ല ഈ സെക്ടറിൽ. അത് പ്ലസ് നിങ്ങളുടെ സെക്ടറിനെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ടെക്നോളജി ഹ്യൂമൻ ടച്ചും കൂടെ ചേരുമ്പോൾ ഇതെങ്ങനെയാണ് ആ മേഖല, പ്രത്യേകിച്ച് ബയോടെക്നോളജി എങ്ങനെയാണ് ഉരുത്തിരിക്കുക? Good evening. Thank you so much, and I'm so happy to be here. And thank you for the question. Actually, biotechnology, technology versus human touch. I believe that technology always accelerates human touch. It doesn't replace anything. ഒട്ടും replace ചെയ്യാൻ പറ്റൂല, കിട്ടത്തില്ല. Whereas we can accelerate all the technology, all the things that we are doing. നല്ല സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ബയോടെക്നോളജിയിലാണെങ്കിൽ തന്നെ നമുക്ക് ഞാൻ ടെക്നോളജി വന്നതുകൊണ്ട് ഞാൻ
കരുതുന്ന ഒരു കാര്യം, മെയിനായിട്ടുള്ള ഒരു കാര്യം, എല്ലാ വർക്കും ഇപ്പൊ നമുക്ക് ബയോടെക്നോളജിയിൽ നമുക്കൊരു PCR എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് RT-PCR കോവിഡ് ഒക്കെ വന്നപ്പോൾ നമ്മള് RT-PCR ആണ് ഉപയോഗിച്ചത്. പണ്ട് കൺവെൻഷണൽ PCR, പണ്ട് അതിന്റെ ഒരു കണ്ടുപിടുത്തം ബയോടെക്നോളജി മേഖലയിൽ ബിഫോർ PCR ആഫ്റ്റർ PCR എന്നുള്ളൊരു കാലഘട്ടം വന്നിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ പല ടെക്നോളജി അതിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ RT-PCR ഒക്കെ കോവിഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ അത് വളരെ പ്രചാരത്തിലായി. അതിന്റെ ടെക്നോളജി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ അതേമാതിരി തന്നെ നമുക്ക് വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം, അതായത് ഹ്യൂമൻ എറർ അവിടെ കുറയ്ക്കാൻ പറ്റും. നമ്മളിങ്ങനെ എല്ലാം മൈക്രോ പാക്കറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ മൈക്രോ ML ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ ഓട്ടോമേറ്റഡ് സിസ്റ്റം വരുമ്പോൾ അപ്പൊ എപ്പോഴും നമുക്ക് ബേസിക് ലെവലിൽ വി നീഡ് ദാറ്റ് നോളജ്. ഇപ്പോഴും റിസർച്ച് ഏരിയയിലാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി ഉറപ്പായിട്ടും ഒരു ഹ്യൂമൻ എപ്പോഴും നമ്മളായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് തന്നെ ഒരു വലിയ ഡയഗ്നോസിലൊക്കെ നമ്മളൊരു വലിയൊരു R&Dയിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ചെറിയ മിസ്റ്റേക്ക് തന്നെ സ്കെയിലപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു മേജർ മിസ്റ്റേക്ക് ആയിട്ട് മാറും. സോ വെൻ ഓട്ടോമേഷൻ ഈസ് കമ്മിങ് ഇൻ പ്ലേസ് അതൊക്കെ മാറ്റാൻ പറ്റും. അതാണ് ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ്. ഒന്ന് ഹ്യൂമൻ എറേഴ്സ് കുറയ്ക്കാൻ പറ്റും, രണ്ട് ഇതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ ഗണേഷ് മോഹൻ, അദ്ദേഹം എറണാകുളത്ത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ടെക്നോളജിയുടെ സൂപ്രണ്ടാണ്. അദ്ദേഹത്തിന്റെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഡോക്ടർ, ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു മാറ്റം, ഈ ഒരു മാറ്റം ഒരു മുൻകാലങ്ങളിൽ ഇല്ലാതെ പെട്ടെന്ന് ടെക്നോളജി കയറി വരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സിലബസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇവിടെ വന്നതിലുള്ള നന്ദി. നമ്മളെല്ലാവരും VS അച്യുതാനന്ദന്റെ വേർപാടും സമയത്തായി. ഹ്യൂമൻ ടച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടുകളിലും പെരുമാറ്റങ്ങളിലും ഹ്യൂമൻ ടച്ച് ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേരളം ഒന്നാകെ അദ്ദേഹത്തെ കാണാനെത്തിയത്. അത് എല്ലാ മേഖലകളിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നോളജിയുടെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും ടെക്നോളജിയെ പറ്റി സംസാരിച്ചു. ശരിയാണ്, റോബോട്ടിക് സർജറി ഉണ്ട്, പല രീതിയിലുള്ള ടെക്നോളജികൾ അവൈലബിൾ ആണ്. പക്ഷേ ടെക്നോളജി കംസ് അറ്റ് എ കോസ്റ്റ്. നമ്മൾ ഓരോ തരത്തിലുള്ള അഡ്വാൻസ് ടെക്നോളജി എന്ന് പറയുമ്പോഴും ചികിത്സാ ചെലവ് 2 ലക്ഷം 3 ലക്ഷം വെച്ച് ഓരോ അഡ്വാൻസ്മെന്റ് വരുമ്പോഴും കൂടുകയാണ്. നമ്മളെപ്പോലെയുള്ള ഒരു സമൂഹത്തിന് ഈ കോസ്റ്റ് ബെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വളരെ കോമൺ സെൻസോടെയുള്ള ചോദ്യം പോലും നാം ചോദിക്കുന്നില്ല. കാരണം ഒരു സാധാരണ ഓപ്പൺ സർജറി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ റോബോട്ടിക് സർജറി എന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് അധികമായിട്ട് വരുന്നത്. അപ്പോൾ 1-2 പേർക്കൊക്കെ അത് അഫോർഡ് ചെയ്യാൻ കഴിയും. പക്ഷെ സമൂഹത്തിന് മൊത്തമായി അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. കുറച്ച് കമ്പനികളോ അല്ലെങ്കിൽ ടെക് കമ്പനികളോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ആശുപത്രികളോ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിന് പുറകെ നമ്മൾ ഓടുമ്പോൾ അവിടെ ചികിത്സ അന്യം നിന്ന് പോകുന്നത് ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ സാധാരണക്കാർക്കാണ്. അപ്പോൾ അഫോർഡബിൾ ടെക്നോളജി എന്ന ലെവലിലേക്കാണ് നമ്മൾ ടെക്നോളജിയെ കാണേണ്ടത്. സാർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയാം. മെഡിക്കൽ എഡ്യൂക്കേഷൻ ശരിയാണ്, ടെക്നോളജി വളരെ വലിയ ഡിസ്റപ്റ്ററായി മുന്നോട്ട് പോകുമ്പോഴും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇപ്പോഴും ഒരു ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ടീച്ചിങ് ആയിട്ട് തന്നെ നിൽക്കുകയാണോ അല്ലയോ? വിദ്യാർത്ഥികളാണ് ഉത്തരം പറയേണ്ടത്. വിദ്യാർത്ഥികളുണ്ട്, നിങ്ങൾക്ക് ഉത്തരം പറയാം. ഇപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ടീച്ചിങ് അല്ലേ നടക്കുന്നത്, അല്ലെ ലേണിംഗ് അല്ലേ നടക്കുന്നത്? യെസ് ഓർ നോ? യെസ്. സോ ദിസ് റെവല്യൂഷൻ ഇൻ technology has not really reflected in medical education, but I am not saying that reflect ചെയ്തിട്ടില്ല എന്നല്ല, അത് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അത് റിഫ്ലക്ട് ചെയ്തില്ല. കാരണം ഒരുപക്ഷെ
മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ക്ലാസിക്കൽ ടീച്ചിങ്ങിന് ഇത്രയും വലിയ ടെക്നോളജിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു ബോധം നാഷണൽ മെഡിക്കൽ കൗൺസിലിനോട് അവരാണല്ലോ ഇത് സെറ്റ് ചെയ്യുന്നത് ആയിരിക്കണം. ഇന്ന് സാറ് പറഞ്ഞ പോലെ സ്കിൽ ലാബ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സ്കിൽ ലാബ്സ് ഇപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അവിടെ യു ക്യാൻ ട്രെയിൻ യുവർ സ്കിൽസ്. ആ ഒരു ലെവലിലേക്ക് എത്തി. പിന്നെ ടീച്ചിങ് ഇപ്പം വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ എളുപ്പമാണ്. AI ഉള്ളപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ ആൻസർ കിട്ടും. അത് ലോകം മൊത്തം ലൈബ്രറിയിൽ പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വിത്തിൻ സെക്കൻഡ്സ് അതിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. AI പറ്റി പറയുമ്പോൾ ഞാൻ ഒരു മിനിറ്റ് കൂടെ ആദ്യം എടുക്കണം. AI ഒരു അതിന്റെ പേര് ഞാൻ പറഞ്ഞു. ഇവിടെ ഈ റീസെന്റ് ഒരു AI കോൺക്ലേവ് നടത്തിയിട്ടു സർക്കാർ നടത്തി. അതിനകത്ത് IBM-ന്റെ AI മെയിൻ ഒരു കക്ഷി വന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ എല്ലാവരും ഈ AI സായിപ്പാണ് AI എന്ന് പറയുന്നു, അത് മെഡിസിനിൽ AI എത്രമാത്രം പ്രാക്ടിക്കലാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നോട് വിയോജിക്കുന്നവരുണ്ടാവും, പക്ഷെ അദ്ദേഹം പറഞ്ഞത് അടുത്തൊരു 30 കൊല്ലത്തേക്കെങ്കിലും മീനിങ് ഫുള്ളായ രീതിയിൽ മെഡിസിനിലേക്ക് AI നമുക്ക് യോജിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറയുന്ന AI സംവിധാനങ്ങൾക്ക് വലിയ ന്യൂനതകളുണ്ട്. വലിയ ന്യൂനതകൾ എന്ന് പറയുമ്പോൾ AI സംവിധാനങ്ങൾ ചിലപ്പോൾ സ്വപ്നം കാണും. സിസ്റ്റം ആസ് സച്ച് ഹാലുസിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ AI നമ്മൾക്കില്ലാത്ത അസുഖങ്ങൾ നമ്മൾക്കുണ്ടെന്നും നമ്മൾക്കുള്ള അസുഖത്തിന് ചേരാത്ത സജഷൻസ് അല്ലെങ്കിൽ ചികിത്സാ വിധികൾ സജസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഇൻഹറന്റ് ആയ വളരെ ഡേഞ്ചറസ് ആയ പ്രശ്നങ്ങൾ AI-ക്കുണ്ട്. അപ്പോൾ AI ഇൻ മെഡിസിൻ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. കൂടി വന്നാൽ ഇപ്പോൾ ചില ഡയഗ്നോസുകൾ സജസ്റ്റ് ചെയ്യും. കൂടി ഡാറ്റ ഫ്ലോ മാനേജ്മെന്റിന് AI ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആസ് സച്ച് ഇൻ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് AI ഈസ് സ്റ്റിൽ ഇൻ ഇറ്റ്സ് ഞാൻ എന്താ പറയുന്നത് ഒരു ഭ്രൂണാവസ്ഥയിലാണ്. ഒരു ഭ്രൂണാവസ്ഥയിലാണ്. അതുകൊണ്ട് AI എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് ചാടി മെഡിസിനിലേക്ക് അപ്ലൈ ചെയ്യാൻ വരട്ടെ. ഹൈ ടെക്നോളജികൾ വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ ടെക്നോളജി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ടെക്നോളജി നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന വലിയ ചികിത്സാ ചെലവുകളെ പറ്റി നാം ബോധവാന്മാരായിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്നോടുള്ള ചോദ്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, പറഞ്ഞതുപോലെ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമുക്കറിയാം. പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ കണ്ടു ഈ കഴിഞ്ഞ, അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇപ്പം നേരത്തെ ഗണേഷ് പറഞ്ഞതുപോലെ നമ്മൾ AI അതൊക്കെ എംബ്രേസ് ചെയ്യുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ഇവിടെ ശരിയാക്കാനുണ്ട്, അല്ലേ? അപ്പൊ അതും കൂടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഇല്ലെന്നാലും പറയുകയാണ്. ഇപ്പോഴും പണ്ടേ പഠിപ്പിക്കുകയാണെന്ന് മനസ്സിലായല്ലോ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഒരിക്കലും അതൊരു ബോക്സിലാക്കി പഠിക്കരുത്. ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഈ ടെക്നോളജി ഒരു ബോക്സിനകത്ത്, ഹ്യൂമൻ ടച്ച് ഒരു ബോക്സിനകത്ത്, കിഡ്നി സ്റ്റോൺ വേറൊരു ബോക്സിനകത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം കണക്റ്റഡ് ആണ്. അവതാർ സിനിമയിൽ കാണുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം കണക്ട് ചെയ്ത് പഠിക്കണം. ഇവിടെ ഉയർന്നു വന്ന ഒരു ടോപ്പിക് ഞാൻ എടുക്കാം. ഡോക്ടർ ഗണേശൻ പറഞ്ഞു, മറ്റാരോ അത് പറഞ്ഞു, ചികിത്സാ ചെലവുകൾ നമുക്ക് താങ്ങാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം IMA-യുടെ സയന്റിഫിക് ജേർണലിൽ നമ്മുടെ കൊച്ചി IMA എന്നൊരു പേപ്പർ ഞാനും കുറച്ചു പേരോട് പബ്ലിഷ് ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡോക്ടർമാർ ഇങ്ങനെ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. പേപ്പറിന്റെ ടൈറ്റിൽ എന്താണെന്ന് അറിയാം, സനൽ ഡയറിയാണ്. താങ്ങാനാകാത്ത ചികിത്സാ ചിലവുകൾ, കാരണവും പോംവഴിയും. അപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു രോഗി ഇൻഫർമേഷൻ, നമ്മൾ ഏത് ഇൻഫർമേഷൻ വായിക്കുന്നത്, ഇത് ആര് പറയുന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് വായിക്കണം. പല വീഡിയോസും ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ നല്ല ഒടുക്കും നല്ല വാക്ചാതുര്യവും സൗന്ദര്യമുള്ള ആൾക്കാർ വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ ഇട്ട് സംസാരിക്കുന്നതാണ്. പ്യൂർ ജങ്ക് ഇൻഫർമേഷൻ. പക്ഷെ ഇത് കണ്ടല്ലോ, ഇത് ഇയാളെ കണ്ടിട്ട് നല്ല വിവരമുണ്ടെന്ന് തോന്നുന്നല്ലോ, പക്ഷെ ഇയാളെ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവില്ല. ബി കെയർഫുൾ. ഡിജിറ്റൽ അറസ്റ്റിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ എത്രയോ കോടികൾ ആൾക്കാർ പറഞ്ഞു പറ്റിച്ചു. എന്തുകൊണ്ടാണ് ആൾക്കാർ അതിൽ വീണത്? കാരണം പോലീസ് വേഷത്തിലിരുന്ന ഒരാൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ പേടിച്ചു പോകുന്നു. എത്രയോ കോടികളാണ് തപ്പിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുമ്പാകെ വരുന്ന ഈ മെഡിക്കൽ ഇൻഫർമേഷൻ.
ഓരോരോ പ്രഭാഷണങ്ങളും ലേഖനങ്ങളും മറ്റും ഇതാരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ആധികാരികതയില്ലാത്ത ഒരാളാണെങ്കിൽ അതൊരു എഡിറ്റോറിയൽ റിവ്യൂ വരുന്നതിന് മുൻപ് അല്ല ഇല്ലാതെയാണ് നമുക്ക് മുമ്പാകെ വരുന്നതെങ്കിൽ ദയവ് ചെയ്ത് വായിക്കുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. പേടിപ്പെടുത്തുന്നതോ അത്ഭുത ചികിത്സയോ ഈ കുറുക്ക് വഴികളോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്. കാരണം ആരോഗ്യത്തിൽ ഐ എം ഷുവർ ഡോക്ടർ ഡാക്സൺ അഗ്രീസ് വിത്ത് യു, there is no shortcut to health. സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് യാതൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ ഉണ്ട് എന്ന് ആരെങ്കിലും അവകാശപ്പെടുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാം ലഭിക്കും. ജസ്റ്റ് ഡിലീറ്റ് ഇറ്റ്. അപ്പോൾ പൊതുജനങ്ങൾക്കായിട്ടുള്ള മെസ്സേജ് ഇതാണ്: ടെക്നോളജി, ബി വെരി കെയർഫുൾ വിത്ത് വാട്ട് യു ഡു വിത്ത് ടെക്നോളജി. മെഡിക്കൽ സ്റ്റുഡൻസ്, കണക്ട് എവറിത്തിങ് യു റീഡ്. ഈ നമ്മൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു. Have you read about poverty as a disease? It's the biggest disease on earth, and don't cause it. നമ്മുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ you may be causing a bigger disease. ഇത് സാധാരണ മെഡിക്കൽ പുസ്തകങ്ങളിൽ കാണാത്ത ചില സന്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇന്നത്തെ MLA ക്യാൻസർ ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്. ഈ വൈറസ് വരാതിരിക്കാനുള്ള വാക്സിനാണ് ഫലപ്രദമായിട്ടുള്ളത്. ഉപയോഗിച്ചിട്ടുള്ള രാജ്യങ്ങൾ സെർവൈക്കൽ ക്യാൻസർ ഹാസ് ബീൻ എലിമിനേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന്റെ ഉത്തരവ് നേരത്തെ ഒരു ഉദാഹരണം പറയാം.